ഇന്നലെ വൈകിട്ട് തണുത്ത മഴയിൽ ഇളം കാറ്റായി എന്നെ തട്ടിത്തലോടി കടന്നു. ഞാൻ പോയിട്ടില്ല, ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. ഇത് എന്റെ അല്ല, എന്റെ അങ്ങനെ കാറ്റ് എന്റെ അല്ല. Oh no, that is what they all say when they see me pouring some oil. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു വെറൈറ്റി വീഡിയോ കൂടെയാണ് വന്നേക്കുന്നത്. ഇതുവരെയായിട്ട് നമ്മൾ ചെയ്യാത്തൊരു വീഡിയോ. പുള്ളിക്കാരത്തേക്ക് ഇന്നും ഒരു ഐഡിയ ഇല്ല എന്താണ് സംഭവം എന്നുള്ളത്. ഇപ്പോൾ നമ്മളിത് ഈ ഒരു സംഭവം, ഇത് അൺബോക്സിംഗ് ഒന്നല്ല, ഇതൊരു കിടലൻ ഐറ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് ഇതിനകത്ത് യാതൊരു ഐഡിയ ഇല്ല ഇതിനകത്ത് എന്താ ഉള്ളത്. ഇത് എൻ്റെ സീക്രട്ട് സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് തകർക്കാൻ പോവാണ് കിടലൻ വീഡിയോ ആയിട്ട്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പറയണ്ടോ? എന്താണ് പോയിരിക്കുക, എന്താന്നൊരു ഐഡിയ ഇല്ല ഇതിനുള്ളിൽ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോസ് ഒക്കെ കാണണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മളൊരു ഹെഡ് ഏക്കിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്കൊക്കെ ഇഫക്റ്റീവ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണണം. പിന്നെ എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മളൊരു ഹെഡ് ഏക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ കുറെ പേർക്കൊക്കെ ഭയങ്കര എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൊക്കെ. അപ്പം നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഹെഡ് ഏക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അതെ, പിന്നെ നമ്മുടെ ഇടയിൽ കമന്റ്സ് ഇടണം കേട്ടോ. യൂട്യൂബ് ചാനലിന്റെ ഇടയിൽ കമന്റ്സ് ഇടുകയാണെങ്കിൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാമല്ലോ. അപ്പോ എന്താണ് നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. നല്ല കിടലൻ വീഡിയോ ആണ്. അപ്പോ ഇത് എന്തെങ്കിലും ഐഡിയ കിട്ടണ്ടോ? ഇത് മറ്റേ ഡെല്ലിന്റെ ലാപ്ടോപ്പിന്റെ. അപ്പൊ ഈ ലാപ്ടോപ്പ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഈ സൈഡിലായിട്ട്. അപ്പൊ നിങ്ങൾ കയറി എടുത്ത് നോക്കിക്കോ. നമ്മുടെ ആ വീഡിയോ 13K പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അത് 13K വ്യൂ ആയിട്ടുണ്ടാവും. അടിപൊളി അൺബോക്സിംഗ് ആയിരുന്നു അത്. അപ്പൊ നമ്മൾ എന്താണ് ഇതിനകത്തുള്ള സീക്രട്ട് ഐറ്റംസ് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, പൊട്ടണ സാധനങ്ങൾ കുറച്ച് ഉണ്ടെങ്കിലും പക്ഷെ ബോംബല്ല. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളിത് നേരെ സർപ്രൈസ് ബോക്സ്. സർപ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല, പുള്ളിക്കാരത്തേക്ക് അറിയാം, പക്ഷെ മറന്നിരിക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് സംഭവങ്ങളായിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഓരോന്നായിട്ട് അതന്നെ നമ്മളിന്നലെ അതുകൊണ്ടാണ് ചെറിയ കോൾഡ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്, നല്ല പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പോ നമ്മളെന്താണ് ഈ പെട്ടിക്കകത്ത് എന്താന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പൊ നമ്മളൊക്കെ അവിടെ കിടിലൻ ഫോട്ടോസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയും നമ്മൾ ഇതേപോലത്തെ സംഭവങ്ങളുടെയൊക്കെ റിവ്യൂ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ അവിടെ ഇടാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുറക്കാം. ഇതിനാണ് ഇതൊക്കെ ഓൾറെഡി തുറന്നു വെച്ചാണ് സാധനങ്ങളാണ്. വേണ്ട, ഇപ്പം സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ഇനി ഐഡിയ. ഇതിനകത്ത് ആദ്യം എന്താ കിട്ടണേ നോക്കാം. എന്ത് കണ്ടണേ, ഒരു പെൻസിൽ. ഇതെവിടെയും കണ്ടുപരിച്ചിട്ടുണ്ടോ? എന്റെ പെൻസിലാണോ? ഓക്കെ, വേറെ ചിലപ്പോ കണ്ടാൽ ചിലപ്പോ ഐഡിയ വരും. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അമ്മ കാണണ്ട, എനിക്ക് സമ്മാനം കിട്ടിയ കൊറേ കപ്പിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത്. ഇതെല്ലാം ഞങ്ങളുടെ ലവ് സ്റ്റോറിക്കകത്ത് ഇവളെനിക്ക് തന്നേക്കുന്ന ഓരോ ലവ് ലെറ്ററുകളും കുറച്ച് സൂക്ഷിക്കാനും പറഞ്ഞു തന്നേക്കുന്ന സാധനങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കട്ടിയില്ല. അമ്മ അതെ എനിക്ക് കപ്പ് കൊണ്ട് തന്നിട്ടുണ്ട് അവള്. അവിടെ ഓരോ കുറവുണ്ടെങ്കിൽ അത് ഇതാണ്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോ ഇത് ഓർമ്മയുണ്ടോ? ഇത് നിനക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോടി. അതെ, ഇത് എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു.
ഈ കാർ. അപ്പോൾ ഇതെനിക്ക് തന്നേക്കുന്ന ഒരു ഗിഫ്റ്റുകളിൽ ഒരെണ്ണമാണ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തന്നേക്കും ഇവിടെ എനിക്ക് നമ്മൾ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നേക്കുന്ന കുറേ സാധനങ്ങളും കുറേ ലവ് ലെറ്ററുകളൊക്കെയാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇവളെ കൊണ്ട് അതെല്ലാം ഞാൻ വായിപ്പിക്കും, ലെറ്ററൊക്കെ വായിക്കും. അപ്പോൾ ഇതായിരുന്നു ഒരൈറ്റം. പിടിച്ചോ. എന്ത് വിവരമില്ലാത്ത പ്രായത്തിൽ അതൊന്നും സംഭവിക്കില്ല. ഇന്ന് മറ്റുള്ളവരിതൊക്കെ അറിഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ വേറെ ഒരു സംഭവം അത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് പോലെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഇത് വന്നിട്ടുണ്ടായിരുന്നു. കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ പറയാം. 1000 തരാത്ത സാധനമൊക്കെ മഞ്ചാടിക്കൂരൊക്കെ തന്നിട്ടുണ്ട് എനിക്ക്. ഞാനെന്താ കൃഷ്ണനോ? അപ്പോൾ മഞ്ചാടിക്കൂരൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് തന്നെ എനിക്ക് ഇത് കുറേ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഈ പൂത്തുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രം എടുത്ത് ജസ്റ്റ് എന്ത് ചെയ്തു മാറ്റി വെച്ച് കളഞ്ഞു. പിന്നെ തിന്നുകൊണ്ടിരിക്കണം. ഒരു വിഘ്നേശ്വരൻ്റെ ചെറിയൊരു ഇത് അധികം കാണണ്ട, അധികം കണ്ട അപ്പെടുത്തുള്ളൂ. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കീച്ചനായിരുന്നു. അത് പൊട്ടിയപ്പോൾ ഞാൻ ഇത് മാത്രം എടുത്ത് മാറ്റി വെച്ചാട്ടാ. പിന്നെ വേറൊരു വെറൈറ്റി സംഭവമാണ് അടുത്ത് വരാൻ പോകുന്നത്. ഇത് കണ്ടതാനാന്ന്. ഇതെന്റെ പേഴ്സിൽ വെച്ചോളാൻ പറഞ്ഞിട്ട് ഒരാൾ എനിക്ക് കൊണ്ടുതന്നാണ്. കട്ട് ചെയ്തിട്ടൊക്കെ തന്നേക്കണം. എൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ മാറ്റി അവസാനം പേഴ്സ് ചേഞ്ച് ചെയ്തപ്പോൾ. അപ്പോൾ ഈ കപ്പ് എനിക്ക് തന്നു, ഈ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തം ഞാൻ എടുത്ത് കാണിക്കട്ടാ. ഇനി വെറൈറ്റി കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ഇത് ഏറ്റവും അവസാനം കാണിക്കാനുള്ളതാണ്. ഇതെന്തത്? ഇത് അടുത്ത് കാണിക്കാം. ഇത് അതേപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് എപ്പോഴോ എനിക്ക് തന്ന സംഭവമാണ്. വിഷുവിന് തന്ന സംഭവമാണ്. ഒരു കൃഷ്ണൻ്റെ ആദ്യം കൂടി നിൽക്കുന്ന ഒരു ചെറിയൊരു സ്റ്റാച്യു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഞാൻ സൂക്ഷിച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ വച്ചോ എല്ലാം പെട്ടിക്കകത്തൊക്കെ വെച്ചിട്ടുണ്ട്. ലവ് ലെറ്ററുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരിടയ്ക്ക് ഉണ്ടായ കുറച്ച് പ്രാന്തായിരുന്നു. വെറുതെ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു പേപ്പറിൽ എന്താണ് ഈ നമ്മൾ ഫോട്ടോ ഒക്കെ ഉണ്ടാക്കില്ലേ, ഫ്രെയിമിനകത്ത് വയ്ക്കുന്ന ഫോട്ടോ, അതേപോലെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ എല്ലാ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതേപോലെയൊക്കെ ചെയ്തു. ഇതൊക്കെ എൻ്റെ പഴയ ഫോട്ടോ ആണ്, ഇപ്പോഴത്തെ കാണുന്ന കോലമൊന്നുമല്ല, പഴയ ഫോട്ടോ ആണ്. യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊളി ഡയലോഗുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആയിക്കോട്ടെ, അടിപൊളിയാണ്. കുറെ ചിരിക്കാനുണ്ടാവും. പിന്നെ അതുപോലെ ഒരു ലെറ്ററൊക്കെ അയച്ചിട്ടുണ്ട്. ഫ്രം കുഞ്ചു ടു എന്നൊക്കെ പറഞ്ഞ് കുറെ ലവ് ചിഹ്നൊക്കെ വരച്ചിട്ട് ഇതിനകത്തൊക്കെ ലെറ്ററൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇതാന്ന് തോന്നുന്നു ആ സംഭവമൊക്കെ. വാലന്റൈൻസ് ഡേക്കൊക്കെ തന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ? നിങ്ങൾ ഇവളുടെ എക്സ്പ്രഷൻ നോക്കിക്കോട്ടെ, എന്താ സംഭവം നോക്കാം. അതിനിപ്പോൾ എന്താ അച്ഛനമ്മയെ കണ്ടോട്ടെ, അവരുടെ അറിയട്ടെ. എന്തൊക്കെയോ ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട്. അതൊന്നും എടുക്കാൻ പറ്റില്ല, പോടുന്നു. ഇതാണ് പൂര വിറ്റായിട്ടുള്ള സംഭവം കേട്ടാ. ഇത് കിട്ടുന്ന സാധനമാണ്, നിങ്ങൾക്ക് ചിരിക്കാനുണ്ടാവും. ഫ്രം യുവർ സ്വീറ്റ് കുഞ്ചു ടു ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് മൈ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ സംഭവം തന്നിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി. ഇത് വേറെ ഒന്നുമല്ല, ഒരു കാർഡാണ്. കാർഡിനകത്ത് ഒരു പൊളി സാധനം ഉണ്ട്. സാധാരണ ഒരു കാർഡ്, ഒരു റോസാപ്പൂവൊക്കെ ഇരിക്കുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിന് എന്തോ എന്താണ് സംഭവം. ഇത് തുറക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. ഇതിന്റെ സൗണ്ടൊക്കെ കുറഞ്ഞു പോയി. ഇനി തുറക്കണോ? ഇത്ര ഉള്ളൂ. അതെ, ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇതൊരു ഡയലോഗ് ഞാൻ വായിക്കട്ടെ. അയ്യോ, മൂക്കൊക്കെ അടിക്കണ്ടല്ലോ. എന്റെ സ്വന്തം ഇതൊക്കെ വായിക്കണമെന്നുണ്ട് ഞാൻ ഇവളെ കൊണ്ട്. വേറെ വലിയ കഥകളുണ്ട്, അത് ഞാൻ വായിപ്പിക്കാട്ടോ. അപ്പൊ ഇത് എനിക്ക് തന്ന സംഭവമാണ്. ഇത് ഒരു ദിവസം ഉണ്ടല്ലോ, ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത്
എനിക്കൊരു ലെറ്റർ വന്നേക്കാണ്, ശ്രീജിനു ഒന്ന് റിസപ്ഷനിലേക്ക് വരണം, ഒരു ലെറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എനിക്ക് ആരാ കത്തയക്കാൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താണ് ഇത് ഫ്രം അഞ്ജിത ബ്രാക്കറ്റിൽ കുഞ്ചു എന്നൊക്കെ ഇത് എന്താ പേര് എനിക്കറിയില്ല. ഇതെന്തായിരുന്നു സാധനം? ഇതിനകത്ത് ഇതല്ലല്ലോ, ഇത് വേറെ എന്തോ ഉള്ളു, ഇതല്ല. ആ ലെറ്ററൊക്കെ അവിടെ പോയി. ആ കിട്ടി കിട്ടി കിട്ടി. ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ. ഞാൻ വേറെ കവറിലിട്ട് പോയി. ഇതൊരു വെറൈറ്റി സാധനമാണ്. നിങ്ങളിത് കാണാം. ഹാപ്പി രണ്ടാമത്തെ വർഷത്തിൽ എനിക്ക് അയച്ച സംഭവം ഉണ്ടെന്ന്. ഹാപ്പി ആനിവേഴ്സറി ടു മൈ എന്താണ് എന്തോ ഹീറോന്നോ എന്തോ സാധനമൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ടീബിൾ വരച്ചൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഞാൻ സ്നേഹോപകാരം സമ്മാനിക്കുന്നു. വേറെ വീണ്ടും ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. എന്താണ് എൻ്റെ ബർത്ത്ഡേക്ക് അയച്ചേക്കുന്ന ഒരു ലെറ്ററാണ് ഈ സംഭവം. മഞ്ഞിൻ കണങ്ങൾ സൂര്യൻ തൻ നേർത്ത ചൂടിൽ ഉരുകുന്നതു പോൽ നിറങ്ങൾ ചാലിച്ചെഴുതിയ വർണ്ണം മഴവില്ലായി വിരിയുന്നത് പോൽ അന്നു നീ എനിക്ക് സ്വപ്നങ്ങൾ സമ്മാനിച്ചതിന്. ഇതൊക്കെ നീ എപ്പോൾ ഇതാണ്, ഇതൊക്കെ ഓർക്കണ്ട. നീ എന്ത് എഴുതി വെച്ചേക്കുന്നത് ഇതിനകത്തൊക്കെ? അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ ഇപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വായിക്കണില്ല. നല്ല അടിപൊളി സംഭവമാണ്. നല്ല കിടലൻ ലവ് ലെറ്റർ. ഇത് വെച്ച കയ്യിൽ ഇതൊക്കെ എനിക്ക് വായിക്കണം. ഇതാണ്ട പിന്നെ അതിൻ്റെ കൂടെ വന്ന ഒരു സംഭവം. ഇത് ഈ ഒരു സംഭവം ഹാപ്പി ബർത്ത്ഡേ ശ്രീയേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്ററിലൊക്കെ എഴുതി എൻ്റെ കുറേ ഫോട്ടോയും അടുത്ത സാധനം റിവീൽ ചെയ്യാൻ പോവാണ്. ഇവിടെ ഫുള്ള് മഞ്ചാടിക്കൂരൊക്കെ ഒട്ടിച്ചിട്ട് ആ മഞ്ചാടിക്കൂരൊക്കെയാണ് പൂത്ത് പോയത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത് മാറ്റിയത്. ഇവിടെ നല്ല ഒട്ടിച്ച് നല്ല കിടലൊക്കെ എടുത്ത് തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് വായിക്കണോ? നിങ്ങൾ പറയും. വായിക്കണം. അടുക്കും ചിട്ടയും ഇല്ലാത്ത അങ്ങിങ്ങുമായി ചിതറിക്കിടന്നിരുന്നു ഒരു കൂട്ടം നിറങ്ങളായിരുന്നു ഞാൻ ജീവിതം. ചുമ. നിന്റെ സ്പർശം എൻ്റെ ജീവിതത്തിലെ നിറങ്ങൾ ചാലിച്ചൊരു മഴവില്ലു വിരിച്ചു. നീ എത്ര വലിയ മാരി പെയ്താലും കാർമേഘങ്ങളിൽ ആകാശം മുഴുവൻ മറയ്ക്കപ്പെട്ടാലും നമ്മുടെ സ്നേഹസ്പർശമായ ഒരു കാറ്റിനും അളക്കാൻ കഴിയാത്ത തീ. അന്നൊക്കെ ഇത് വളരെ ഭയങ്കര കാവ്യാത്മകം വന്നിച്ചിരിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, കൊച്ചും കേൾക്കുന്ന സംഭവമാണ്. വേറൊരു പൊടി ഒരു കുന്ന് സംഭവം നമ്മൾ അൺബോക്സ് ചെയ്യാണ്. ഇത് മൊത്തം എന്താന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇനിയുണ്ട്, കുറെ തുറക്കാനുണ്ട്. എന്തോ ഒരു സാധനം. ഇത് പക്കാല ലെറ്ററുണ്ട്. എൻ്റെ മാത്രം ശ്രീയേട്ടൻ എന്നൊക്കെ പറഞ്ഞു പഴയ സ്റ്റൈലില്ലേ. ഇത് വായിക്കില്ല. ഇത് സീക്രട്ട് ആയ സംഭവമായിട്ട് ഇത് വായിച്ചു തരില്ല. ഇതെനിക്ക് സൂക്ഷിച്ചൊക്കെയുള്ള. പിന്നെ അതെ എനിക്ക് അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു ബുക്കാണ്. നമ്മുടെ ബ്ലസ്സി പ്രണയം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തില്ലേ മോഹൻലാൽ വെച്ച്. അപ്പം അതൊക്കെ ഇറങ്ങിയ സമയത്ത് പുള്ളി അതൊരു ബുക്കായിട്ടൊക്കെ എഴുതിയായിരുന്നു. ആ ബുക്കിൻ്റെ ഒരു കോപ്പി എനിക്ക് ബർത്ത്ഡേക്കാണോ ഒന്ന് എപ്പോഴോ എനിക്കിത് ഇതേപോലെ ദിസ് ഈസ് ഓൺലി ഫോർ യു എന്നൊക്കെ എന്നിട്ട് വായിക്കണം എന്നൊക്കെ പറഞ്ഞു. എവിടെ ആ ബുക്കൊന്നും വായിക്കാറില്ല. എന്നാലും കുറച്ചൊക്കെ വായിച്ചിട്ടാ. എന്തായാലും ഒരു പറഞ്ഞു തന്നല്ലേ. അതിനുള്ളിൽ ഉണ്ടായ സംഭവമാണ് പഴയൊരു ഫോട്ടോ. ഇനി കിടക്കണുള്ളൂ. ഇവളുടെ പഴയ ഏതോ ഒരു ഇവളുടെ പോളിടെക്നിക്കിൽ പഠിച്ച സമയത്ത് ഇവളുടെ അഡ്മിഷൻ കാർഡൊക്കെ എനിക്ക് അന്ന് തന്നിട്ടുണ്ട്. അഡ്മിഷൻ കാർഡും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എന്തിനാണാവോ തന്നതെന്ന് എനിക്കറിയില്ല.
അത് അടുത്തത് ഇത് രണ്ടുമാണ് മോനെ ഐറ്റംസ്. ഇതൊക്കെ ലെവലിട്ടുണ്ട് 3-4 പേജുള്ള. ഓ ഇത് 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 വെറൈറ്റി സാധനമാണ്. അതിൻ്റെ ഉള്ളിലോ എൻ്റെ അമ്മേ എന്താണെന്നറിയോ, പുള്ളിക്കാരത്തൊരു ഫുൾ ബയോഡാറ്റ എനിക്ക് അയച്ചതേക്കാണ്. എന്തൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. പേര് സംഭവങ്ങൾ 2-3 പേജ് ഫോട്ടോ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ പൊട്ടിച്ച് പേരും അഡ്രസ്സും ഏജ് ഒരു ഇതൊന്നും എനിക്ക് അറിയാത്താണോ. ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, ക്വാളിഫിക്കേഷൻ, അച്ഛൻ്റെ പേര്, ഇതെന്തത് റെസ്യൂമിയോ, ജീവിതത്തിലോട്ട് കിടക്കാനുള്ള റെസ്യൂമിയോ ആണത്. ഇതൊന്നും വായിക്കണ്ട. എന്താണ് നീ ഇന്നലെ വൈകിട്ട് തണുത്ത മഴയിൽ ഇളം കാറ്റായി എന്നെ തട്ടിത്തലോടി കടന്നു. ഞാൻ പോയിട്ടില്ല, ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. എൻ്റെ അല്ല, എൻ്റെ അങ്ങനെ കാറ്റ് എൻ്റെ അല്ല. അതുപോലത്തെ നല്ല വെറൈറ്റി കവിതകളുണ്ട്. ഇതെനിക്ക് മാതൃഭൂമിയിലോ മനോരമയിലോ പ്രസിദ്ധീകരിക്കണം എന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിടാം, ഇൻസ്റ്റഗ്രാമിലൊക്കെ. അടിപൊളിയാവില്ല? നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോ, ഞാനത് ചെയ്യും. നിങ്ങൾക്ക് വായിക്കാം, നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അടിപൊളി. അടുത്ത സാധനം വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, നൈസായിട്ട് ഇതൊക്കെ ബാഗിലിട്ടിട്ട് പോകും. അപ്പോൾ ഞാൻ വൈകിട്ട് വന്ന് നോക്കുമ്പോഴെങ്കിലും ഇത് കാണാം. അതേപോലത്തെ ഒരു സംഭവമാണിത്. നമ്മുടെ ഐസ്ക്രീമിൻ്റെ ആ ഒരു മറ്റേത് വാങ്ങിക്കില്ല, എന്തായിരുന്നു നമ്മൾ ചോക്കോബാറൊക്കെ വാങ്ങിക്കില്ലേ, ആ സമയത്ത് അതിൻ്റെയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ. പൊട്ടോ എവിടെ? ഇതൊക്കെ പൊട്ടായിരുന്നല്ലേ? ഇത് മനസ്സിലായത് ഇപ്പോഴും കേട്ടോ. പൊട്ട പൊട്ടിച്ചിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ഇവളുടെ. അപ്പം അതാണ് ഈ ബോക്സിലുണ്ടായിരുന്ന അടുത്തത്. ഇതിപ്പോൾ കുറച്ചൊക്കെ കുറച്ചൊക്കെ ഇതായിപ്പോയി. 5-6 കൊല്ലായി. ഒരു കവിതയൊക്കെ എഴുതിക്കണം, പോയം എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം 2-3-4-5 പേജുണ്ട്. അവസാനം ഇതാരാ? ഓ, ഇതൊക്കെ കീറി തുടങ്ങി. ഇത് ഏതോ ഒരാളുടെ ഫോട്ടോ ഒക്കെ വെച്ചു. ഞാനാന്നൊക്കെ പറഞ്ഞാൽ വരച്ചത്. ഇത് വെച്ചോ. ഇതെന്തിനാണ് തന്നതെന്ന് മാത്രം എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്കറിയില്ല. ഒരു കുന്ന് സാധനം എടുത്ത് തന്നിട്ട് പറയാണ് ഇത് കൊണ്ടുപോക്കോ. ഇത് മൊത്തം ഇവരുടെ ആൻസർ ഷീറ്റുകളാണ്. ആൻസർ ഷീറ്റുകൾ ഇങ്ങനെ തന്നു വിട്ടേക്കാണ് എനിക്ക്. അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ ഞാൻ വായിക്കാം. വായിക്കണ്ട. ഇത് എന്തിനാ നിങ്ങൾക്ക് ഉള്ളടുത്ത് തന്നെ ചോദിച്ചത്, എന്തിനാ ക്യാച്ചിട്ട് എന്താണ് സ്നേഹ സ്മാരകം എന്നൊക്കെ പറഞ്ഞ പോലെ കുറെ ആൻസർ സീറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണോ? ഇപ്പൊ ഇതെന്താന്ന് ഞാൻ കണ്ടുപിടിച്ചു വിട്ടാ. ഇത് അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തെ പറ്റി ആലോചിച്ചിരിക്കണം ഞാനാണ് കേട്ടോ. വെറൈറ്റി സാധനമാണ്. എന്താ അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തെ പറ്റി നീ തന്നെ വായിച്ചു കൊടുക്കും. അതെ. എന്താ ഈ മുഖം ഇങ്ങനെ? പറഞ്ഞോ മര്യാദക്ക്. എന്താ ആലോചിച്ച് കൂട്ടുന്നത്? എന്നെ തട്ടിക്കൊണ്ടു പോകാമെന്നാണോ? മിസ്റ്റർ രാംജിറാവു സ്പീക്കിംഗ്. വേണ്ട മോനെ. അതിനുള്ള വെള്ളം എന്തായിരുന്നു? അടുപ്പിൽ ഇരിക്കുന്ന തിളയ്ക്കുന്നതുണ്ടാകുകയുള്ളൂ. ഇത് തിളയ്ക്കുന്നതാണ്. സമയമാകുമ്പോൾ തിളച്ച് പരിവമാകും. അപ്പോൾ ഒരു കൈ മാത്രമല്ല, വേണമെങ്കിൽ 2 കൈ നോക്കിക്കോളൂ എന്നൊക്കെ. അടുത്ത വരി കേട്ടോ, സൂപ്പർ. അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയാണോ ആലോചന? ഭാവിയിൽ അത് നടക്കുമല്ലോ. അങ്ങനെ പാവം ഇറാഖ് അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി സ്നേഹ സന്ദേശവും മേഘ സന്ദേശവും അയക്കുമല്ലോ. അതൊന്നും വായിച്ചത് എനിക്ക് എന്തൊന്നും തോന്നാതിരുന്നോ? ഇപ്പൊ അയ്യമ്മ ചിരി വരുന്നുണ്ട്. ഇനി വേറൊരു വെറൈറ്റി സംഭവം. ഇതൊക്കെ എന്തിനാ എനിക്ക് തന്നേക്കുന്നത് എനിക്കറിയില്ലതേ. ഇവളുടെ റെക്കോർഡ് ബുക്കും കുറച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ. സർട്ടിഫിക്കറ്റൊക്കെ എനിക്ക് തന്നിട്ടേക്കാണ്. ഒരു ദിവസം ബാഗിലേക്ക് എടുത്ത് വെച്ചേക്കാണ്. ഇത് കൊണ്ടുപോക്കോ, ആവശ്യം വരുന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ഫുള്ള് റെക്കോർഡ് ബുക്കൊക്കെ. ഈ ഹാർഡ് ഡിസ്കിലൊക്കെ ഞാനായിരിക്കും അല്ലേ?
സ്ഥലത്തിന്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എവിടെ? വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്തോ എടുത്തിട്ടില്ലെന്നാണ്, പഴയ വീടിന് മാറ്റിയപ്പോൾ. ഒരു കുന്ന് പാദസരവും ഒരു കുന്ന് കമ്മലും വേണ്ട അവിടെ ഇരിക്കുക, പിന്നെ എടുക്കാം. അപ്പോൾ ഒരു കുന്ന് പാദസരവും ഒരു കുന്ന് കമ്മലും ഒരു ബോളിലാക്കിയിട്ട് എനിക്ക് തന്നിട്ടേക്കാണ്. 1 കിലോ 2 കിലോ കൊണ്ട് വെയിറ്റ് ഉണ്ടായിരുന്നു. അത് നോക്കിയിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ അതിവിടെ കാണിച്ചു തന്നാണ് ഓരോ സംഭവങ്ങളും. അപ്പോൾ ഇതിനകത്ത് എന്തോ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതെനിക്ക് തന്നേക്കുന്നതായിരുന്നു. എന്തോ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് തന്നേക്കണെന്ന് തോന്നുന്നു. ഒരു വലിയ ഫോട്ടോ ഫ്രെയിം ഉണ്ട് കേട്ടോ, ചേട്ടൻ പൊട്ടിച്ചു. ഞാനോ തന്നെ നിലത്തോട് കൂട്ടിയതാണ്. ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഇത് അപ്പൂസിൻ്റെയും കുബീസിൻ്റെയും കല്യാണത്തിന് എടുത്തേക്കുന്ന ഒരു ഫോട്ടോ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്. പിന്നെ അത് ഞാനുണ്ട്, ട്രീസി ഉണ്ട്, അവളുണ്ട്. അപ്പോൾ രണ്ടാണ് ബ്ലൂ കളർ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ചെത്തയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഫോട്ടോ. ഇത് വന്നിട്ടൊരു 4-4.5 കൊല്ലായിരുന്നില്ലേ? അപ്പൊ അടുത്തായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇത് എന്താന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കണം. ഇവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്താ സംഭവം എന്നുള്ളത്. ഇത് ഇവിടെ വരച്ചേക്കുന്ന ഒരു ഫോട്ടോ ആണ്, കണ്ടില്ലേ? നല്ല സൂപ്പറായിട്ട് എന്തോ 2 കിളികൾ. ഇത് ഞാനായിരിക്കും മിക്കതും, ഇത് ഇവളായിരിക്കും, ഇത് ഞങ്ങളുടെ കൊച്ചായിരിക്കും ആയിരിക്കണം. ഇത് മുട്ടയായിരുന്നു സത്യം പറഞ്ഞത്. വേറെ എന്തോ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മൂത്ത കൊച്ച് രണ്ടാമത്തെ കൊച്ച് മുട്ടയിലിരിക്കുന്നത്. കുറെ ലൗച്ചിൻ്റെയൊക്കെയാണ്. നല്ല ഇതെല്ലാം നമ്മള് റൂമിൽ വെച്ച് കാണിക്കാട്ടോ ഈ സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് അങ്ങനെ ഞാൻ പറഞ്ഞു, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഭവമാണ്. പൊടിയൊക്കെ അടിച്ച് നല്ല കോണ്ടായിരുന്നു. ഇതും എനിക്ക് ഗിഫ്റ്റ് തന്നേക്കുന്ന സംഭവം. ഇത് പൊട്ടിയല്ല, ഇത് ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ചിട്ട് അവിടെ വയ്ക്കാം. ഇത് തന്നിട്ട് സംഭവമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. അത് വേറെ എന്തോ ആണ്, ഇത് ഇതിൻ്റെതായിട്ട് ബന്ധമില്ലാത്ത കാര്യം. അവസാനം ഈ ബോക്സിലുണ്ടായത് ഞങ്ങളെ കല്യാണത്തിൻ്റെ വെഡ്ഡിങ് കാർഡാണ്. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ഇതിൻ്റെ ഉള്ളിൽ 8 വെച്ച് കഴിഞ്ഞു. ആകെ 3 ഉള്ളൂ ബാക്കി. സ്മാരകം. ഈ ബോക്സിനകത്ത് ഞങ്ങളുടെ ലവ് സ്റ്റോറീൻ്റെ സ്മാരകമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ എന്താണ് പ്രണയ ഉപഹാര അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇതിലും വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെയും ബൈ.